ജോഷിക്ക് കിട്ടിയത് 10.5% റിട്ടേൺസ്. മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങാനുള്ള പ്ലാനാണോ? നിങ്ങൾ കാത്തിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകാനാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാഫി ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ആണ്. 2007 ഡിസംബറിൽ റാഫിയുടെ അടുത്ത് 2 പുതിയ ക്ലയൻസ് വന്നു, ജോഷിയും ഷിൻഡോയും. ആദ്യമായി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരുന്നു ജോഷിയും ഷിൻഡോയും. റാഫി അവരോട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഷെയറുകൾ വാങ്ങുന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയി പറഞ്ഞു കൊടുത്തു. ആ 2 പേരോടും റാഫി സജസ്റ്റ് ചെയ്തത് SBIയുടെ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിന്റെ റെഗുലർ പ്ലാനിൽ ഒരു മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യാനാണ്. അങ്ങനെ മാസം 10,000 രൂപ വെച്ച് SIP തുടങ്ങാൻ ജോഷിയും ഷിൻഡോയും തീരുമാനിച്ചു. 2008 ജനുവരിയിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് അതിന്റെ പീക്കിലായിരുന്നു. അതായത് മാർക്കറ്റ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ടൈം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഷെയറുകളുടെ വിലയും വളരെ കൂടുതലായിരുന്നു. പക്ഷേ ജോഷി മറ്റൊന്നും ചിന്തിക്കാതെ 2008 ജനുവരി 1 തന്റെ ആദ്യത്തെ SIP ഇൻസ്റ്റാൾമെന്റ് അടച്ചു. തന്റെ SIP അടുത്ത 10 വർഷത്തേക്കെങ്കിലും കണ്ടിന്യൂ ചെയ്യാനായിരുന്നു ജോഷിയുടെ പ്ലാൻ. എന്നാൽ ഷിൻഡോയാകട്ടെ SIP തുടങ്ങാനുള്ള തന്റെ തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. കാരണം എന്താണെന്നോ, ഷെയറുകളുടെ പ്രൈസ് വളരെ കൂടുതലായതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്നത് വരെ കാത്തു നിൽക്കാൻ ഷിൻഡോ തീരുമാനിച്ചു. ആ സമയത്ത് SIP തുടങ്ങുകയാണെങ്കിൽ കുറഞ്ഞ പ്രൈസിന് ഷെയറുകൾ കിട്ടുമല്ലോ. ഇതായിരുന്നു ഷിൻഡോയുടെ കാൽക്കുലേഷൻ. അങ്ങനെ ഷിൻഡോ ഒരു വർഷം കൂടി കാത്തിരുന്നു. 2008 നിന്നും 2009 ആയപ്പോഴേക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നടിഞ്ഞു. ഏകദേശം 50% നഷ്ടമാണ് അന്ന് മാർക്കറ്റിൽ ഉണ്ടായത്. അങ്ങനെ ഒരു അവസരത്തിനായി കാത്തുനിന്ന ഷിൻഡോ അപ്പോൾ തന്നെ SIP തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ 2009 മാർച്ച് 1 ഷിൻഡോ തന്റെ ആദ്യത്തെ SIP ഇൻസ്റ്റാൾമെന്റ് ആയ 10,000 രൂപ അടച്ചു. ജോഷിയെ പോലെ തന്നെ 10 വർഷത്തേക്കെങ്കിലും SIP കണ്ടിന്യൂ ചെയ്യാനായിരുന്നു ഷിൻഡോയുടെ പ്ലാൻ. അങ്ങനെ 11 വർഷം കഴിഞ്ഞു. 2020 ജനുവരി 20 ആയപ്പോൾ ജോഷിയുടെയും ഷിൻഡോയുടെയും മ്യൂച്വൽ ഫണ്ട് SIPക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് നോക്കാം. 2008 ജനുവരിയിൽ മാർക്കറ്റ് ഹൈ ആയി നിൽക്കുമ്പോൾ SIP ചെയ്യാൻ തുടങ്ങിയ ജോഷി 12 വർഷം കൊണ്ട് അടച്ചത് 14,50,000 രൂപയായിരുന്നു. 2009 മാർച്ചിൽ മാർക്കറ്റ് ലോ ആയപ്പോൾ SIP തുടങ്ങിയ ഷിൻഡോയാകട്ടെ 11 വർഷം കൊണ്ട് അടച്ചത് 13,10,000 രൂപയും. ഇനിയാണ് ശരിയായ സർപ്രൈസ്. ഇവിടെ ഒരു വർഷം മുമ്പ് SIP തുടങ്ങിയ ജോഷിക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് 28,11,700 രൂപയാണ്. ഷിൻഡോയ്ക്ക് കിട്ടിയതാകട്ടെ 23,83,058 രൂപയും. എന്നാൽ ഇവർ 2 പേർക്കും കിട്ടിയ റിട്ടേൺ പെർസെന്റേജ് ശ്രദ്ധിച്ചോ? സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് SIP തുടങ്ങിയ ജോഷിക്ക് കിട്ടിയത് 10.5% റിട്ടേൺസ് ആണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന സമയത്ത് SIP തുടങ്ങിയ ഷിൻഡോയ്ക്ക് കിട്ടിയതാകട്ടെ 10.6% റിട്ടേൺസും. സിമ്പിളായി പറഞ്ഞാൽ ഷിൻഡോയ്ക്ക് കിട്ടിയത് വെറും 1% അധികം റിട്ടേൺസ് ആണ്. ഇതിൽ നിന്നും പഠിക്കേണ്ട ഒരു വലിയ ലെസൺ ഉണ്ട്. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിനെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. സിമ്പിളായി പറഞ്ഞാൽ ഒരു SIP തുടങ്ങാൻ സ്റ്റോക്ക് മാർക്കറ്റിലെ അപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കേണ്ടതില്ല എന്നർത്ഥം. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വേണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്നും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.